സംവിധായകൻ മോഹൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിട പറയും മുൻപേ ശാലിനി എന്റെ കൂട്ടുകാരി, 2 പെൺകുട്ടികൾ തുടങ്ങിയവ പ്രധാന ചിത്രങ്ങളാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? അന്ത്യം സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ബന്ധുക്കളും മറ്റും കൂടുതലായി അവിടേക്ക്, ഒപ്പം ചലച്ചിത്ര പ്രവർത്തകരും കൂടുതലായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. പനമ്പള്ളിനേറിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതോ മോർച്ചറിയിലേക്ക് മാറ്റുകയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. 80കളിലും 90കളിലുമൊക്കെ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങൾ എന്ന് പറയാവുന്ന ഒരു പിടി ചിത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് സംവിധായകൻ മോഹൻ. ശാലിനി എൻ്റെ കൂട്ടുകാരി, വിട പറയും മുൻപേ, പക്ഷേ, അങ്ങനെ ഒരു അവധിക്കാലത്ത് 2 പെൺകുട്ടികൾ, ഇസബെല്ല, അങ്ങനെ പേരെടുത്ത് പറയാൻ സാധിക്കുന്ന, മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു പിടി ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം. കൂടാതെ ഏതാണ്ട് 8 ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. പത്മരാജനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികൾ എന്നുള്ള ചിത്രത്തിൽ അഭിനയിച്ച അനുപമയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വന്നത്. 2 ആൺമക്കളാണ് ഉള്ളത്. എക്കാലവും ഓർത്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അത്. ആ ഫ്രെയിമുകളുടെ സൗന്ദര്യം കൊണ്ടും ഒപ്പം പാട്ടുകളുടെ വശ്യത കൊണ്ടും ഒക്കെ മലയാളി പ്രേക്ഷകർ എക്കാലവും ഓർത്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് മോഹൻ സമ്മാനിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 40കളിലും 50കളിലും ഒക്കെ എത്തി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിന് നിറം പകർന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു മോഹൻ സംവിധാനം ചെയ്തത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഥയുടെ കാര്യത്തിലായിരുന്നാലും സംഭാഷണങ്ങളുടെ കാര്യത്തിലായിരുന്നാലും. അതിനു മുൻപ് തന്നെ അദ്ദേഹം നിരവധി സിനിമകളിൽ ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്, സംവിധാന സഹായിയായി ജോലി. എന്തായാലും ആദ്യ വർഷം തന്നെ 3 ചിത്രങ്ങൾ, അതിൽ 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലവും ഓർത്തിരിക്കുന്ന ചിത്രമാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരിയും 2 പെൺകുട്ടികളും 78-ൽ തന്നെയാണ് വരുന്നത്. ആദ്യ വർഷം തന്നെ 3 സിനിമകൾ കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ പ്രതിഭ കൂടിയാണ് സംവിധായകൻ മോഹൻ.